ഇന്ന് നമ്മൾ കോക്കനട്ട് ബോൾസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നാളികേരമൊക്കെ ചേർത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ട് കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണിത്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുന്ന സമയം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് വേണം കാണാൻ കേട്ടോ. നമുക്ക് ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റി തന്നെയാണ് കാണിക്കുന്നത്. 2 മുട്ട ചേർക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 1/2 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചേർത്താൽ മതി. കറക്റ്റായിട്ടുള്ള മധുരമാണ്. 2 മുട്ട ചേർക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. ശകലം ചേർത്താൽ മതി, ഒത്തിരിയൊന്നും ചേർക്കരുത്. നമുക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റാകുന്നവരെ ബീറ്റ് ചെയ്യുക. അങ്ങനെ ഈ മിക്സ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ മുഴുവനായിട്ടും ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഫോൾഡായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നാളികേരമാണ് ചേർക്കുന്നത്. ഒരു 2-3 പിടിയായിട്ട് നാളികേരം ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കണ്ടോ നല്ല ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് മൈദ ചേർക്കണം. ഞാൻ 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ശകലം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കേണ്ട, കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ബാറ്ററാക്കിയിട്ടെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ലൂസാവരുത്. വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1 കപ്പോളം മൈദ ചേർത്ത് വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരുപാടങ്ങ് ലൂസാവരുത്, എന്നാൽ ഒരുപാടങ്ങ് തിക്കാവും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാറ്ററാക്കിയിട്ടെടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായാൽ നമുക്കിതിനകത്തേക്ക് പിന്നെ മാവ് ഒഴിച്ച് കൊടുക്കണം. നമ്മളിതിലേക്ക് മാവിടുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കൈ ആദ്യം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മാവ് ഇതുപോലെ കുറേശ്ശെ ചേർക്കാം. വെള്ളത്തിനകത്ത് നമ്മുടെ കൈ ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എണ്ണയിലോട്ട് ഇടാൻ പറ്റും. നല്ല ബോൾ ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾ വലിയ ചട്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊള്ളുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് കുക്കാവണം. ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ഇത് നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. എണ്ണൊന്നും കുടിക്കാതെ നല്ലതുപോലെ നമുക്ക് റെഡിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മാവിടുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് കൈ ഡിപ്പ് ചെയ്യണം കേട്ടോ. 1-2 പ്രാവശ്യം മാവ് ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് പിന്നെ ശകലം മാവും കൂടെയുള്ളൂ. ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. മാവ് ചേർത്ത സമയത്തും കുറച്ച് തന്നെ വെച്ചിരിക്കുന്നത്. ഇനി ഇത് ചെറിയ തീ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതും. നിങ്ങൾ മാവിടുമ്പോൾ കുറച്ച് വലിയ ബോൾസാക്കി ഇട്ടിടണമെങ്കിൽ അങ്ങനെയും ചെയ്തേക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ മുഴുവനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, എണ്ണൊന്നും ഒട്ടും കുടിക്കാതെ നമുക്ക് റെഡിയായിട്ട് കിട്ടും. നല്ല ചൂടാണ്. ചൂടൊക്കെ പോയതിന് ശേഷം വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായയും കൂടെ ആയാൽ കേമായിരിക്കും. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ.